ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സൗത്ത് കൊറിയൻ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം റാം സർക്യൂട്ട് മേക്കേഴ്സായ സാംസങ് ഇലക്ട്രോണിക്സ്, SK ഹൈനിക്സ് ഈ സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കയിലെ ടെക്നോളജി സെക്ടറിലൊരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 3 കമ്പനികൾ ബെറ്റർ ആയിരുന്നു. അതേസമയം 4 കമ്പനികൾ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഫ്ലാഷ് മെമ്മറി മേക്കറായ സാൻഡിസ്ക് വീണ്ടും മുന്നേറ്റം ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മൈക്രോൺ റാം സർക്യൂട്ട് മേക്കറാണ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ ഈ കമ്പനികളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നല്ല റിക്കവറിയാണ് ഈ സ്റ്റോക്കുകൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ന് മോർണിംഗിൽ റാം സർക്യൂട്ട് മേക്കറായ സാംസങ്ങിൻ്റെയും SK ഹൈനിക്സിൻ്റെയും സൗത്ത് കൊറിയ മുന്നേറ്റത്തിന് കാരണം. ഇനി നമ്മൾ അമേരിക്കയിലത്തെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജനുവരി മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു. 4.3%. ഡിസംബർ മാസത്തിൽ 4.4%. തീർച്ചയായിട്ടും ഈ ഡാറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അമേരിക്കൻ എക്കണോമിയുടെ സ്ട്രെങ്തനെയാണ്. അതേസമയം 2025 ജോബ് ക്രിയേഷൻ ഡാറ്റ വന്നിരുന്നു. വളരെ സ്ലഗ്ഗിഷ് ആയൊരു പിക്ചറാണ് അമേരിക്കയിൽ ജോബ് മാർക്കറ്റിനെ കുറിച്ച് ഇത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ US ഫെഡ് ഒരു പക്ഷേ അടുത്ത മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം ട്രംപ് ഇന്ത്യ US എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മാറ്റിയിരിക്കുകയാണ്. അഗ്രികൾച്ചർ എന്നുള്ള വേർഡ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം കമ്മിറ്റ്മെൻറ്റിന് പകരം ഇൻറ്റൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യയുടെ എതിർപ്പിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയിരിക്കുന്നത്. പൾസസ് എന്ന വേർഡും തന്നെ അദ്ദേഹം എഗ്രിമെൻറ്റിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം ട്രംപിന് ഇന്ന് മോർണിംഗിൽ വരുന്ന ന്യൂസ് കാണിക്കുന്നത് ട്രംപിൻ്റെ കാനഡയ്ക്കെതിരായുള്ള താരിഫ് മെഷേഴ്സിനെ അമേരിക്കയിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് തോൽപ്പിച്ചിരിക്കുകയാണ്. റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും കൂടി അദ്ദേഹത്തിന് ട്രംപിന് എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഗ്ലോബൽ കൺട്രികളെ സംബന്ധിച്ച്. ഒരുപക്ഷെ ട്രംപ് അദ്ദേഹം മുമ്പെടുത്തിരുന്ന പല ടഫ് മെഷേഴ്സും സോഫ്റ്റൻ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെയുണ്ട്. ഇനി മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികൾ ഇന്നലെ നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. പ്രത്യേകിച്ച് സിൽവറിൻ്റെ കാര്യത്തിൽ ചൈനയിലെ സിൽവർ ഇൻവെൻട്രി 10 ഇയർ ലോ ആണ് എന്നുള്ളൊരു ന്യൂസ് വന്നതിന് ശേഷം നല്ല വൊളാറ്റിലിറ്റിയാണ് കണ്ടിട്ടുള്ളത്. ചൈനീസ് മാർക്കറ്റുകൾക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ, അതായത് 16-ാം തീയതി മുതൽ 23-ാം തീയതി വരെ അവധിയാണ്. ഈ അവധി ദിവസങ്ങളിലാണ് തീർച്ചയായിട്ടും കമോഡിറ്റികളൊരു ആക്ടിവിറ്റീസ്, ഒരു ഷോർട്ട് ക്യൂസൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി ഒക്കെ ഒരു പക്ഷേ ഇപ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് സിൽവർ പ്രൈസിൽ കാണുന്നത്. സിൽവർ ഒരു പക്ഷേ ഗോൾഡിനേക്കാളും ഒരു ഹയർ പേസിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $5,065 പെർ ഔൺസിനാണ്. സ്പോട്ട് ഗോൾഡ് ബെറ്ററാണ്. സിൽവർ ട്രേഡ് ചെയ്യുന്നത് $83 പെർ ഔൺസിന് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ 2 കമോഡിറ്റികളും മുന്നേറ്റത്തിൻ്റെ പാതയിൽ തന്നെയാണ്. മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിങ്ക്, കോപ്പർ, അലുമിനിയം, ബ്രന്റ് ക്രൂഡ് ഓയിൽ ഈ കമോഡിറ്റികളും ബെറ്ററാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറിയൊരു കമോഡിറ്റി ആയിരുന്നു നിക്കല്. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിക്കല് ഇന്തോനേഷ്യയിലത്തെ ഏറ്റവും വലിയ മൈൻ കപ്പാസിറ്റി കുറയ്ക്കാൻ പോവുകയാണ്. പ്രൈസ് ഇൻക്രീസിന് വേണ്ടിയുള്ളൊരു മൂവായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിക്കൽ മൈനിങ് കമ്പനികളെ സംബന്ധിച്ച്, നിക്കൽ പ്രൊഡ്യൂസിങ് കമ്പനികളെ സംബന്ധിച്ച് ഇത് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇന്ത്യയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക്, വേദാന്ത, ഹിൻഡാൽകോ, ഒപ്പം ഡെക്കാൻ ഗോൾഡ് മൈൻ 6 മാസം മുമ്പ് വലിയ നിക്കൽ ഡെപ്പോസിറ്റൊക്കെ കണ്ടെത്തിയിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $, അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 90.70 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്.
ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ ബഡ്ജറ്റഡ് എസ്റ്റിമേറ്റിനേക്കാളും കുറവായിരിക്കും ഈ വർഷം എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യയുടെ ഫിസിക്കൽ കണ്ടീഷൻ്റെ വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. മാർച്ച് മാസത്തിൽ വലിയ രീതിയിൽ കളക്ഷൻസ് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് ഫാളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഇന്ന് പുതിയ സീരീസിലുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അനൗൺസ് ചെയ്യാണ്. ബേസ് ഇയർ 2024 ഫുഡ് ഐറ്റത്തിൻ്റെ വെയിറ്റേജ് 36.8% കുറച്ചിരിക്കുകയാണ്. മുമ്പ് 50% അതോടൊപ്പം തന്നെ പുതിയ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ചാർജസ്, ഹൗസ് റെൻ്റൽസ്, ഓൺലൈൻ ഷോപ്പിംഗ് റിലേറ്റഡ് ഡാറ്റ, ഇത്തരത്തിലുള്ള ഡാറ്റയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. GDP ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് തന്നെയാണ് ഈ മാസം 27-ാം തീയതി നടത്താൻ പോകുന്നത്. പുതിയ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഇൻഫ്ലേഷൻ കൂടാനാണ് ചാൻസസ് കൂടുതൽ എന്നുള്ള ഇൻഡിക്കേഷനാണ് ലഭിക്കുന്നത്. 2.8% വരെ ഉയർന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ, അതായത് പ്രീവിയസ് മന്തിലത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ 1.33% പുതിയ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഒരു റിയാലിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു CPI ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇനി കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പാരദീപ് ഫോസ്ഫേറ്റ്, ഗാലൻ ഡിസ്പാറ്റ്, കല്യാൺ ജുവല്ലേഴ്സിൻ്റെ പ്രൊമോട്ടറും ഇന്നലെ കല്യാൺ ജുവല്ലേഴ്സ് സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് കല്യാൺ ജുവല്ലേഴ്സിനെ സംബന്ധിച്ചും മറ്റ് രണ്ട് കമ്പനികളെ സംബന്ധിച്ചും. കെർണസ് മൈക്രോസിസ്റ്റം 411.17 കോടി രൂപ കവച് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. അവരുടെ US സബ്സിഡറിയിലൊരു പ്ലാന്റിൽ ഫയർ വന്നിട്ടുണ്ട്. 1.3 മുതൽ 1.6 ബില്യൺ $US വരെ ക്യാഷ് ഫ്ലോനെ ഇമ്പാക്റ്റ് ചെയ്തേക്കാമെന്നുള്ള റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഒരു ചെറിയ നെഗറ്റീവ് റിയാക്ഷൻ ഒരു പക്ഷേ ഹിൻഡാൽക്കോ സ്റ്റോക്ക് പ്രൈസിലൊന്നുണ്ടായേക്കാം. RBI, ഫെഡറൽ ബാങ്കിൽ, അതുപോലെ തന്നെ ഇക്വിറ്റി സ്മോൾ ബാങ്കിൽ, RBL ബാങ്കിൽ, IDFC ഫസ്റ്റ് ബാങ്കിൽ, ഈ ബാങ്കുകളിലൊക്കെ ICICI പ്രൂഡൻഷ്യൽ ലൈഫ് എയിംസിക്ക് 9.95% വരെ സ്റ്റേക്ക് കൂട്ടാനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഈ ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നോംസ് ഇൻഷുറൻസിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LICയിൽ 20% വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിക്കാം ഓട്ടോമാറ്റിക് റൂട്ടിൽ കൂടെ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടുണ്ട്. LICനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് ഈ ന്യൂസ്. PFC REC മെർജർ റേഷ്യോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 6:7 ആണ്. അതായത് 7 REC ഷെയറിന് 6 PFC ഷെയറുകളാണ് ലഭിക്കുക. ഇത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. രണ്ട് കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മെർജഡ് എൻറ്റിറ്റിയുടെ ഒരു ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് സ്റ്റോക്കുകളും മെർജറിന് ശേഷവും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. RBIയുടെ ഭാഗത്തു നിന്ന് വലിയൊരു മിസ്സെല്ലിംഗ് ക്രാക്ക് ഡൗൺ മൂവ് ഉണ്ടായിട്ടുണ്ട്. അതായത് ബാങ്കുകളിൽ കൂടെ വിൽക്കുന്ന തേർഡ് പാർട്ടി പ്രൊഡക്റ്റുകൾ, ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രോക്കിംഗ് പ്രൊഡക്റ്റുകളൊക്കെയുണ്ട്. ഇങ്ങനെ വിൽക്കുന്നത് ജൂലൈ 1 മുതൽ 2026 ജൂലൈ 1 മുതൽ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഡയറക്റ്റീവാണ് കൊടുത്തിരിക്കുന്നത്. മിസ്സെല്ലിംഗ് ആണ് ഇതിന് കാരണം. ഏതെങ്കിലും തരത്തിലുള്ള മിസ്സെല്ലിംഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിവിയർ പണിഷ്മെൻ്റ് ആണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഈ ഡയറക്റ്റീവിലുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ് മറ്റ് എൻറ്റിറ്റികളെ സംബന്ധിച്ച്. കാരണം ബാങ്കുകളൊക്കെ വലിയ രീതിയിൽ മിസ്സെല്ലിംഗ് നടത്തിക്കൊണ്ട് പല എൻറ്റിറ്റികൾക്കും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം. ഇനി നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ലെൻസ്കാർട്ട്, അതുപോലെ തന്നെ ബെയർ ക്രോപ്പ് സയൻസസ്, അശോക് ലൈലൻഡ്, അസ്ട്രാസെനക്ക, കിർലോസ്കർ ഓയിൽ എൻജിൻസ്, ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q3 റിസൾട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മാർക്കറ്റിൽ മറ്റ് ന്യൂസ് ഫ്ലോസും കൂടി വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും വലിയ രീതിയിലുള്ള
ടെൻഷൻസൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ കണ്ടേക്കാം. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ Q3 റിസൾട്ട് സീസൺ എൻഡ് ചെയ്യാണ് ഈ ശനിയാഴ്ചയോടുകൂടി. ഇതുവരെ പുറത്തു വന്നിട്ടുള്ള Q3 റിസൾട്ടുകൾ ഓവറോൾ അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. സ്ലൈറ്റ്ലി ആണെങ്കിൽ പോലും ലേബർ കോഡ് 2025 ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇമ്പാക്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികളുടെ Q3 റിസൾട്ടുകൾ റവന്യൂ പോയിന്റ് ഓഫ് വ്യൂയിലായാലും അതോടൊപ്പം തന്നെ പ്രോഫിറ്റബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂയിലായാലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 15 ഓൾമോസ്റ്റ് എല്ലാ റിസൾട്ടുകളും അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കും. അതിനുശേഷമുള്ള ഒരു ഓവറോൾ അസസ്മെൻറ്റ് കഴിയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.